ലളിതാംബിക കരുണാകരന്റെ ആ അവമതിപ്പുണ്ടാക്കുന്ന പ്രസ്താവന ഒരിക്കൽ കൂടി കേൾക്കാം. എടാ, ഇത് വയറ്റിലുള്ളതുകൊണ്ട് ഒന്നും അറിയത്തില്ല. 5 അല്ല 50 വർഷം ജീവിച്ചാലും ഒന്നും സംഭവിക്കത്തില്ല. ഇങ്ങനെ ഒരു രോഗിയുടെ ദുരിതം കണ്ടിട്ട് പോലും ഇതുപോലെയുള്ള പ്രസ്താവനകൾ നടത്താൻ ഡോക്ടർക്ക് കഴിയുന്നു എന്നത് അവരുടെ മനോനില വ്യക്തമാക്കുന്നതാണ്. ഒരു പ്രത്യേക ജീവിതമല്ലേ. ഒരിക്കൽ കൂടി ആരോഗ്യമന്ത്രി പറഞ്ഞു ഇന്നത്തെ പ്രസംഗം. എന്താണ് ഇവിടെ പറയുന്നത്? കേരളത്തിന്റെ ആരോഗ്യരംഗം തകർന്നു എന്ന് വരുത്തി തീർക്കേണ്ടത് ആരുടെ ആവശ്യമാണ്? കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആഗോള സ്വകാര്യ കുത്തകകളുടെ ആവശ്യമാണ്. 1750 ചെറിയ ഹോസ്പിറ്റലുകൾ ഇനി പൂട്ടിക്കേണ്ടത് സർക്കാർ ആശുപത്രികളാണ്. ഈ ആഗോള സ്വകാര്യ കുത്തകങ്ങൾക്ക് മുന്നിൽ കേരളത്തിന്റെ സർക്കാർ ആരോഗ്യ മേഖലയെ അടിയറ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് കേരളത്തിന്റെ പ്രഖ്യാപനം. എന്റെ പ്രിയപ്പെട്ടവരെ, തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. ഡോക്ടർ എസ് എസ് ലാൽ, ഇതിനു മുമ്പ് ഇത് ഞാൻ കണ്ടത് ആഗോള അയ്യപ്പ സംഗമത്തിൽ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ മുഷ്ടി ചുരുട്ടലാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? ഈ പ്രശ്നത്തിൽ ഈ ആരോഗ്യമന്ത്രി ആരെയാണ് വെല്ലുവിളിക്കുന്നത്? കേരളത്തിലെ സർക്കാർ അടിയറ വെക്കില്ല എന്ന് പറയുന്നത് ആരെ പേടിപ്പിക്കാനാണ്? എന്താണ് ഈ മുദ്രാവാക്യം വിളിയുടെ അർത്ഥം? ഈ ആരോഗ്യമന്ത്രിയോട് പലപ്പോഴും സഹതാപം തോന്നിയിട്ടുണ്ട്. കാരണം ഒരു 5 വർഷമൊക്കെ ആയിട്ടും ആരോഗ്യരംഗം അവർക്ക് മനസ്സിലാകാത്തതുകൊണ്ട്. ഈ മനസ്സിലാകാത്തത് നമുക്കൊക്കെ ഊഹിക്കാവുന്ന കാര്യമാണ്. ചിലപ്പോൾ അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കും, അവരെ കൊണ്ട് താങ്ങാൻ പറ്റൊരു അല്ലായിരിക്കാം. തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല, നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ. ആരോഗ്യമന്ത്രി ക്ഷമ ചോദിക്കണം എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ട് പറയുന്നതല്ല. ഇവർ അവാർഡ് കിട്ടുമ്പോൾ ആരാ വാങ്ങിക്കാൻ പോകുന്നത്? അവാർഡിന്റെ കഥകൾ ഒരുപാട് എനിക്കറിയാം, ഞാനതിപ്പോൾ പറയുന്നില്ല. പക്ഷെ അവാർഡ് കിട്ടുമ്പോൾ പോയി അന്തസ്സോടെ വാങ്ങിക്കും. അന്നേരം ഇതെല്ലാം എൻ്റെ കഴിവാണ്, മന്ത്രിസഭയുടെ കഴിവാണ്. ഒന്നുമല്ല, മന്ത്രിസഭ ഇല്ലാത്ത കാലത്ത് ഇവിടെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഗവർണർ പറഞ്ഞ കാലത്തും കേരളത്തിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇനി അവാർഡ് വാങ്ങിക്കാൻ പോകുന്ന മന്ത്രി ഈ പ്രശ്നം വരും പറഞ്ഞു, ഞാനാണ് ഇതിന്റെ തലപ്പത്തിരിക്കുന്നത്, ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം എനിക്കുണ്ട്, ഞാൻ നിങ്ങളോട് കേരളത്തോട് ക്ഷമ ചോദിക്കുന്ന ഈ മന്ത്രി പറയണം. ഏത് മന്ത്രിയാലും അങ്ങനെയാണ് പറയേണ്ടത്. അവിടെയാണ് തുടക്കം വേണ്ടത്. ഇതിപ്പോൾ എന്താണ് ആരെങ്കിലും എന്നെ വിമർശിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ എന്നെ പോലെ പലരെയും നമ്മൾ ഈ കോർപ്പറേറ്റ് ആശുപത്രിയുടെ നച്ചാരം വാങ്ങിയിട്ട് നിൽക്കുകയാണ്. വാങ്ങിച്ച CPM നേതാക്കളെ എനിക്കറിയാം. എന്തൊരു കാര്യം, ഇതൊക്കെ വിളിച്ചു പറയേണ്ട വല്ല കാര്യമുണ്ടോ? ഈ യാഥാർത്ഥ്യം അറിയുന്നത് കൊണ്ടാണ് ശ്രീ അച്യുതാനന്ദൻ മെഡിക്കൽ കോളേജ് അടുത്തുള്ള പ്രൈവറ്റ് ആശുപത്രി ചികിത്സിച്ചത്. ഈ യാഥാർത്ഥ്യം അറിയുന്നതുകൊണ്ട് മുഖ്യമന്ത്രി അമേരിക്കയിൽ പോയി ചികിത്സിക്കുന്നത്. ഈ യാഥാർത്ഥ്യം അറിയുന്നതുകൊണ്ടാണ് ആരോഗ്യമന്ത്രി ഒരിക്കൽ അത്യാവശ്യം വന്നപ്പോൾ മാത്രമേ സർക്കാർ ആശുപത്രി കയറിയിട്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഷഹീദ് പണിക്കർ, ഡോക്ടർ ഹാരിസിനെ പോലെ ഉള്ളവരൊക്കെ ആരോഗ്യമന്ത്രി പറയുന്നവരുടെ കൂട്ടത്തിൽ വരുമോ? മെഡിക്കൽ കോളേജിൽ നിന്ന് ശമ്പളം വാങ്ങി സ്വകാര്യ ആശുപത്രിക്ക് വേണ്ടി പണിയെടുക്കുന്നവർ. ശ്രീവിനു, യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്ത ബോധവുമില്ലാതെ കേരളത്തിന്റെ ആരോഗ്യമന്ത്രി ഈ രീതിയിലത്തേക്ക് ആരോഗ്യരംഗത്തിനെ കേവലം രാഷ്ട്രീയ നേട്ടമാണ് എന്ന രീതിയിലത്തേക്കൊക്കെ പ്രസംഗിക്കുക, അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ആരോഗ്യരംഗത്തുണ്ടാകുന്ന വീഴ്ചകളെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതെല്ലാം തന്നെ ഏതോ ആഗോള സ്വകാര്യ കുത്തകകളുടെ ആവശ്യമാണ് എന്ന മട്ടിലേക്ക് വരുത്തി തീർക്കുക, അവർ അറ്റാക്ക് ചെയ്യുന്നത് കേരളത്തിനെയാണ്, കേരളത്തിന്റെ ആരോഗ്യ മേഖലയാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു നറേറ്റീവ് സൃഷ്ടിക്കുക, അങ്ങനെ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ നശിപ്പിക്കേണ്ടത് അവരുടെ ആവശ്യമാണ് എന്ന് പറയുക. ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. നമ്മൾ പല വിഷയങ്ങളിലും ഈ സർക്കാർ സ്വീകരിക്കുന്ന അതേ ടെംപ്ലേറ്റ് തന്നെയാണ് ഈ കാണുന്നത്. വികസന വിരോധ വിദ്രോഹ സഖ്യം എന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ ആരോഗ്യരംഗത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നമെല്ലാം തന്നെ ഏതോ അന്താരാഷ്ട്ര ആഗോള സ്വകാര്യ കുത്തകയുടെ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഇതിന്റെ പിന്നിൽ എന്ന രീതിയിലത്തേക്ക് പ്രചരിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ ആരാണ് സത്യത്തിൽ ഈ കുത്തക? ആ കുത്തകയുടെ പേര് പറയാനായിട്ട് മന്ത്രിക്ക് എന്താണ് ബുദ്ധിമുട്ട്? അങ്ങനെ ഒരു ആഗോള സ്വകാര്യ കുത്തക ഉണ്ടെങ്കിൽ ഇന്നയാളാണ് ആഗോള സ്വകാര്യ കുത്തക എന്ന് പറയാൻ, അല്ലെങ്കിൽ അങ്ങനെ പേരെടുത്ത് പറയാതിരിക്കാൻ ഭയമായിട്ടാണോ? അപ്പൊ പിന്നെ ആരാണത്? നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്ന ജനപ്രതിനിധിയായിരിക്കുന്ന നമ്മുടെ മന്ത്രിയായിരിക്കുന്ന ഒരു വ്യക്തിക്ക് അത് ആരാണ് ഈ തകർക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് പറയാനുള്ള തന്റെ ഇടം പോലും ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഷ്ടമാണ്. അത് കേവലം ഒരു രാഷ്ട്രീയ പ്രസ്താവനയാണ്, അതൊരു കവല പ്രസംഗം മാത്രമാണ്. കൂടുതൽ എന്നെ നാറ്റിക്കരുത്. നമ്മളൊരു കാര്യം ആലോചിച്ച് നോക്കുക, വീണ ജോർജ് ആരോഗ്യമന്ത്രി ആയിരിക്കും, എത്ര ചർച്ചകളിലായിരിക്കും നമ്മൾ പങ്കെടുത്തിട്ടുണ്ടാവുക? നമ്മുടെ ഇന്നത്തെ സർക്കാരുമായി ബന്ധപ്പെട്ട് വിവിധ മന്ത്രാലയങ്ങൾ, വിവിധ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ആ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ഗുണമായിക്കോട്ടെ ദോഷമായിക്കോട്ടെ പല വിഷയങ്ങളും നമ്മൾ ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ട്. ആ ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്ന വിഷയങ്ങളിൽ നെഗറ്റീവായിട്ടുള്ള പരാമർശങ്ങൾ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് ആരോഗ്യ മേഖലയാണ്. നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു. അതിൽ ഏതെങ്കിലും ഒരു ആഗോള കുത്തകയുടെ സാന്നിധ്യം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ പലപ്പോഴും കൃത്യമായിട്ട് മരുന്ന് ലഭ്യമല്ല എന്നതുമായി ബന്ധപ്പെട്ട് സ്റ്റോക്ക് കൃത്യമായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരോപണം ഉണ്ടായി. അപ്പൊ അത് സത്യമാണ് എന്നുള്ളത് തെളിഞ്ഞതല്ലേ? അത് ഏതെങ്കിലും കുത്തകയായിരുന്നു അതിന്റെ പിന്നിൽ എന്ന് വന്നോ? നമ്മുടെ നാട്ടിൽ ഇപ്പോ ഈ ഉഷ എന്ന് പറയുന്ന അങ്ങേയറ്റം ദൗർഭാഗ്യവതിയായിട്ടുള്ള ആ സ്ത്രീക്ക് ഉണ്ടായിരിക്കുന്ന അനുഭവം, അതേപോലെയുള്ള അനുഭവം അതിന്റെ പല ഡിഗ്രികളിൽ അനുഭവിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. എന്റെ ഭാഗത്തും തെറ്റുണ്ട്. പോസ്റ്റ് ഓപ്പറേറ്റീവ് ICUവിൽ മാനഭംഗത്തിനിരയാക്കിയ ആൾക്കാർ വരെയുണ്ട്. ഏതെങ്കിലും ആഗോള കുത്തക വിട്ടതാണോ അങ്ങനെ ഒരാളിനോട് ഒരു ക്രൂരകൃത്യം ചെയ്യാനായിട്ട് പറഞ്ഞിട്ട്? കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം ഏതെങ്കിലും ഒരു ആഗോള കുത്തക വന്ന് താഴെ ബോംബ് വെച്ചിട്ട് പൊട്ടിച്ചതാണോ? ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ പോലെ വളരെ സത്യസന്ധനായിട്ടുള്ള യൂറോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായിട്ടുള്ള ഒരാൾ
അങ്ങനെയുള്ള ഒരാൾ പറയുകയാണ് അതാ ഇവിടെ സർജറി പൂർത്തിയാക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ പ്രോട്ടോകോളുകളും ലംഘിച്ചുകൊണ്ട് ആൾക്കാരോട് നിങ്ങൾ പൈസ കൊടുത്ത് സാധനം വാങ്ങിക്കൊണ്ട് വരൂ എന്ന് പറയണം. തുന്നാനുള്ള നൂല് വരെ ആൾക്കാരെ കൊണ്ട് വാങ്ങിപ്പിക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഏതെങ്കിലും ആഗോള കുത്തക പണം കൊടുത്തിട്ടാണോ അതോ ഈ ആരോപണം ഉന്നയിക്കാനായിട്ട് മറ്റാരെങ്കിലും വേറെ ആർക്കെങ്കിലും ഇത് ശരിയാണെന്ന് പറയുന്ന ആൾക്കാരും ഉണ്ടല്ലോ. ഹാരിസ് ഡോക്ടർ മാത്രമല്ലല്ലോ പറയുന്നത്. അപ്പൊ അത് അദ്ദേഹത്തിന് വേണ്ടി പറയുന്ന ആൾക്കാർക്ക് ഈ ആഗോള കുത്തക പണം കൊടുക്കുകയാണോ? നേരത്തെ ശ്രീ ലാൽ പറഞ്ഞതുപോലെ മൾട്ടിപ്പിൾ ഉദാഹരണങ്ങളുണ്ട്. തറയിൽ കിടത്തി ചികിത്സ ഇത് നൽകി. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അധ്യാപകരുടെ സംഘടനാ നേതാവ് ആരോഗ്യമന്ത്രിയെ ഒരു പരസ്യ സംവാദത്തിലാണ് വെല്ലുവിളിച്ചത്. ഇപ്പോൾ അവർ സമരത്തിലാണല്ലോ. അവർ പറയുന്നു ആരോഗ്യ മേഖലയിലെ കുറവുകളെ കുറിച്ച് ഒരു സംവാദത്തിന് ആരോഗ്യമന്ത്രി തയ്യാറുണ്ടോ? അപ്പോൾ ഇന്നത്തെ മന്ത്രിയുടെ പ്രസംഗത്തിൽ അത് ഉൾപ്പെടുമോ എന്നുള്ളതാണ് ചോദ്യം. ഇല്ല, അതൊന്നും ഉണ്ടാവില്ല. കാരണം ഇത് പറയുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെല്ലാം വളരെ കൃത്യമായിട്ട് പ്രോട്ടോകോൾ അനുസരിച്ചാണ് നടക്കുന്നത്. ഇപ്പൊ ഈ കേസിലും പറഞ്ഞിരുന്നല്ലോ, നമ്മുടെ നാട്ടിൽ സർജറി നടക്കുന്നത് പ്രോട്ടോകോൾ അനുസരിച്ചിട്ടാണ്. അത് WHO ആണ് അതിന്റെ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം പറയുന്നത്. തറയിൽ കിടത്തി ചികിത്സ കൊടുക്കുന്നതിന് വേണ്ടി WHO ഏതെങ്കിലും ഒരു ഗൈഡ് ലൈൻ ഉണ്ടോ? ശ്രീ ലാല് പറഞ്ഞതുപോലെ എത്രയോ ഉദാഹരണങ്ങൾ നമുക്കറിയാം. തറയിൽ കിടത്തി ചികിത്സ കൊടുത്തിരിക്കുന്ന പല ആൾക്കാരും മരണപ്പെട്ടു പോയിരിക്കുന്നത് നമുക്കറിയാം. അങ്ങനെ ഒരു പ്രോട്ടോകോൾ ഉണ്ടോ? അപ്പോൾ ആരുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയിട്ടാണ്? നിങ്ങളുടെ കഴിവുകേട്. ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ മറ്റാരെങ്കിലും വഴി ഇത് നിങ്ങളിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ ശ്രീമതി വീണ ജോർജ്, കേരളത്തിന്റെ രാഷ്ട്രീയ കേരളം, നമ്മുടെ ഇവിടെയുള്ള സർക്കാരുകൾ, ഇവിടെയുള്ള ജനങ്ങൾ നിരവധിയായിട്ടുള്ള ആരോഗ്യമന്ത്രിമാരെ കണ്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും കഴിവ് കുറഞ്ഞ ആരോഗ്യമന്ത്രി നിങ്ങളാണ്. 100% ഞാൻ യോജിക്കുന്നു. അക്കാര്യത്തിൽ നിങ്ങൾക്കോ നിങ്ങളെ നയിക്കുന്ന നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകുന്ന പാർട്ടിക്കോ ലജ്ജയില്ല എന്നുള്ളതാണ് കഷ്ടം. നിങ്ങളുടെ ആ കഴിവുകേടിൽ ഇവിടെയുള്ള ആൾക്കാരെ വിശ്വസിക്കണം എന്നതിന് ഒരു കവലപ്രസംഗം നടത്തിയതുകൊണ്ട് ആ വിശ്വാസമൊന്നും ഉണ്ടാവില്ല. ഇവിടെ പ്രോട്ടോകോളുകളെ പറ്റി പറയുന്നു. വീണ ജോർജിനെ കൊണ്ടുണ്ടായ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് അറിയോ ശ്രീ ബിനു? ഞാനൊന്നും ഈ ആരോഗ്യ മേഖലയിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഒരാളല്ല. പക്ഷെ ഓരോ വിഷയം ഉണ്ടാകുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള മെഡിക്കൽ പ്രോട്ടോകോൾ എന്താണ് എന്ന് വായിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പൊ വീണ ജോർജ് ആരോഗ്യമന്ത്രി ആകുന്നതിന് മുമ്പ് ഇവിടുത്തെ പല മെഡിക്കൽ പ്രോട്ടോകോളുകളെ കുറിച്ച് എനിക്കുള്ള അറിവിനേക്കാൾ വളരെ കൂടുതലാണ് ഇന്നെന്റെ അറിവ്. കേരളത്തിലുള്ള നിരവധി ആൾക്കാർക്കും അത് തന്നെയാണ്. കാരണം എന്താ? ഓരോ വിഷയം ഉണ്ടാകുമ്പോൾ ഈ തള്ളെല്ലാം കേൾക്കുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ സത്യം എന്താണ് എന്നതിനെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് ശ്രമിക്കും. ടീം ഇത് റിവ്യൂ ചെയ്യണം എന്നുള്ളതാണ്. വളരെ വിശദമായിട്ട് WHO പല സർക്കുലറുകളിൽ ഇറക്കിയിട്ടുണ്ട്. ഒരാളിന്റെ റെസ്പോൺസിബിലിറ്റി അല്ല, അത് ചെയ്യുന്ന ടീമിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ അത് ഏതെങ്കിലും ഒരു നഴ്സിന്റെ തലയിലേക്ക് മാത്രം കെട്ടിവെച്ചുകൊണ്ട് അവിടെയുള്ള മറ്റാർക്കും അതിൽ ഉത്തരവാദിത്തം ഇല്ല എന്ന് പറയാനായിട്ട് എങ്ങനെയാണ് കഴിയുക? എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ഇത് പറയുന്ന സമയത്ത് തന്നെ എനിക്ക് നിർബന്ധമായും പറയേണ്ടുന്ന മറ്റൊരു കാര്യമുണ്ട്. വിമർശനാത്മകമായിട്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഉണ്ട്. കേരളത്തിൽ മാത്രമായിട്ട് ഗവൺമെന്റ് സർവീസിലുള്ള മെഡിക്കൽ പ്രൊഫഷണൽസ് വേണ്ടിയിട്ട് KGMOA എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടനയുണ്ട്. ഏതെങ്കിലും ഒരു ഡോക്ടറിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആരോപണമോ മോശമായിട്ടുള്ള ഒരു പ്രതികരണമോ സമൂഹത്തിൽ ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന സമയത്ത് തങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് ഘോരം അവർ പ്രസംഗിക്കും. പല വിഷയങ്ങളിലും നമ്മളൊക്കെ തന്നെ അവരോടൊപ്പം നിന്നിട്ടുമുണ്ട്. പക്ഷേ നിരുത്തരവാദപരമായിട്ടുള്ള ഒരു സമീപനം, യാതൊരു വിധത്തിലുള്ള മെഡിക്കൽ എത്തിക്സും ഇല്ലാത്ത രീതിയിലേക്കുള്ള പ്രസ്താവന ഇവിടെ ഒരു വളരെ വിദഗ്ധയായിട്ടുള്ള 38 വർഷം സർവീസുള്ള ഒരു സീനിയർ ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായിട്ട് കമാന്ന് മിണ്ടിയിട്ടില്ല. ഇതേ സമയം നമുക്കറിയാം, ഇവിടെ നെടുമങ്ങാട് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു ഡോക്ടറുടെ ഭാഗത്തു നിന്ന് ചികിത്സാ പിഴവുണ്ടായിട്ടുണ്ട് എന്നുള്ള ആരോപണം ഉണ്ടാവുകയും അവർക്കെതിരെ അന്വേഷണാത്മകമായിട്ട് ഒരു സസ്പെൻഷൻ നടപടി സ്വീകരിക്കുകയും ചെയ്യുന്ന സമയത്ത് അതിനെതിരെ പ്രതിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടോ അതിന്റെ ശരിതെറ്റുകൾ എന്തുമായിക്കോട്ടെ അതിനെതിരെ പ്രതിഷേധിക്കുന്നതിന് അവർക്ക് ബുദ്ധിമുട്ടില്ല. OP ബഹിഷ്കരണം എന്നുള്ള ഭീഷണിക്ക് അവർക്ക് ബുദ്ധിമുട്ടില്ല. ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നിർത്തലാക്കും എന്ന് പറയാൻ ബുദ്ധിമുട്ടില്ല. ഫേസ്ബുക്കിൽ ഇത് നാഴികയ്ക്ക് 40 വട്ടം അവർ തള്ളുന്നുണ്ട്. പക്ഷെ KGMOAക്ക് ഇതുവരെ ഈ ഒരു പ്രസ്താവന ഇവർ കണ്ടില്ലേ? കേരളത്തിൽ ഈ ഒരു വിഷയം ഇവർ കണ്ടില്ലേ? അപ്പൊ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പിഴവുകളെ ഒരു തരത്തിലും തള്ളി പറയാത്ത സംഘടനകൾ അവർക്കുണ്ടാകുന്ന മനുഷ്യാവകാശങ്ങളെ കുറിച്ചും പ്രൊഫഷണൽ ആയിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ചും മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മാത്രമായിട്ട് മനസ്സിലാക്കണം. സത്യത്തിൽ കഴിഞ്ഞ ദിവസം ന്യൂസ് അവർ പറഞ്ഞതുപോലെ ഡോക്ടർമാർക്കാണ് ഇത് തുറന്നു പറയാൻ കഴിയുന്നത്. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. അവരുടെ മേലുള്ള സമ്മർദ്ദത്തിന് പരിമിതിയുണ്ട്. അവരുടെ മേലെടുക്കാവുന്ന നടപടികൾക്ക് പരിമിതിയുണ്ട്. അത്തരം നടപടികൾക്കെതിരെ ജനങ്ങൾ അവർക്കൊപ്പം നിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഡോക്ടർ ഹാരിസിന്റെ കാര്യത്തിൽ കണ്ടതാണ്. പക്ഷേ ഇവർ പറയുന്നില്ല എന്താണ് മെഡിക്കൽ കോളേജിലെ പ്രശ്നം. ആരോഗ്യമന്ത്രി ഇങ്ങനെ പ്രോട്ടോകോൾ പാലിക്കണം, ആരാണ് പ്രോട്ടോകോൾ പാലിക്കാതെ ചെയ്തത് അതൊന്നും അറിയണമല്ലോ എന്ന് പറയുമ്പോൾ അത് പാലിക്കാനുള്ള ജീവനക്കാരില്ല. ഇതാണ് ഓരോ മെഡിക്കൽ കോളേജിലെയും സ്ഥിതി എന്ന് പറയാൻ അവർ തയ്യാറാവണം. ഓരോ മെഡിക്കൽ കോളേജിലെയും ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും യഥാർത്ഥ അവസ്ഥ എന്താണ്? ഓരോ സർക്കാർ ആശുപത്രിയിലെയും ഓരോ വകുപ്പിലുമുള്ള അല്ലെങ്കിൽ ഓരോ ഡോക്ടർമാരും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ്? അത് പറയാൻ അവരുടെ സംഘടന തയ്യാറാവണം. ഓരോ ദിവസവും അവരൊരു വാർത്താ സമ്മേളനം നടത്തണമെന്നാണ് എന്റെ അഭിപ്രായം. മെഡിക്കൽ കോളേജുകളിലെ ഓരോ വകുപ്പുകളിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ആ ഡോക്ടർമാർ പറയട്ടെ. കേരളം അവരെ പിന്തുണയ്ക്കും. ഇയാളെ കൊണ്ട് ഒന്നും കൂട്ടിയാൽ കൂടും തോന്നണില്ല.